പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്ന ഒരു DC മീറ്ററാണ്. ഇതൊരു കൂളോം മീറ്ററാണ്. നമുക്ക് അത്യാവശ്യം ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ സെൻസിൻ്റെതാണ് ഈ സാധനം. ഇതിൽ 0 to 300 വോൾട്ട് വരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. 100 ആംപിയർ ആണ് ഇതിൻ്റെ പവർ. 100 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ CTയുടെ ഈ ഹോൾ എഫക്റ്റ് സെൻസർ മാറും. 100 ആംപിയർ ആണോ എത്ര ആംപിയർ ആണെന്നുള്ളതനുസരിച്ച് ഇവിടെ ഹോൾ എഫക്റ്റ് സെൻസറാണ് മാറുന്നത്. ഓക്കെ, ഇതിൽ ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൽ ഇവിടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു മോഡലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് 100 ആംപിയറും കറണ്ട് റെസൊല്യൂഷൻ 0.1 ആംപിയറും അടുത്ത് പവർ സപ്ലൈ വോൾട്ടേജ് 5 to 90 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ ആ ഒരു പവർ സപ്ലൈ തന്നെ പവർ ചെയ്യാൻ പറ്റും. ഒരു 90 എബോവ് ആണ് അല്ലെങ്കിൽ 5ന് താഴെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് വോൾട്ടേജ് റേഞ്ച്, അതായത് ഈ റേഞ്ച് വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കേസിൽ നമ്മൾ വയേഴ്സ് മാറ്റി കണക്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഞാൻ കാണിക്കാം. ഓക്കെ, ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് ഇതിൽ ബ്ലൂടൂത്തും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ആ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അതായത് ഇവിടെ ഇതിൻ്റെ QR കോഡൊക്കെ കാണിച്ചിട്ടുണ്ട് സ്കാൻ ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് ഇതിലിപ്പം DC 5 to 90 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വയേഴ്സിൻ്റെ കളർ ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഒരു 48 വോൾട്ട് സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു മീറ്ററിനെ അതിൽ നിന്ന് തന്നെ പവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മീറ്റർ. അതായത് ഇതിൽ 2 സ്വിച്ചാണ് വരുന്നത്. ഇതൊരു സ്റ്റോപ്പും ഇതൊരു അപ്പാരോയും. ഈ അപ്പാരോ വാല്യൂസ് കൂട്ടാനും ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെനൂസിൽ എൻ്റർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. നമുക്ക് ബ്ലൂടൂത്ത് ആപ്പ് വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും അത് ഞാൻ ആപ്പിൽ തന്നെ കാണിക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻസ് പോയിട്ടുണ്ട്. പിന്നെ അത് ചൈനീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ മൗണ്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ 2 ലോക്ക് ഉണ്ടല്ലോ, ഈ 2 ലോക്ക് വെച്ചിട്ടാണ് സാധാരണ മൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹോൾ എഫക്റ്റ് സെൻസർ. ഇതാ. ഓക്കെ, അതായത് ഇതിലിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 800 ആംപിയറിൻ്റെ ഉണ്ട്, 400ൻ്റെ ഉണ്ട്, 100ൻ്റെ ഉണ്ട്, 50ൻ്റെ ഉണ്ട്, 200ൻ്റെ ഉണ്ട്. അതായത് ഇതിൽ 100 ആംപിയറിനാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൻ്റെ തന്നെ 400 ആംപിയർ വേരിയൻ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ 400-ലായിരിക്കും അവർ ഗ്രീൻ ഒരു മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ബൈ ഡയറക്ഷണൽ ഹോൾ സെൻസറാണ്. അതായത് ഇവിടെ ഒരു പോസിറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും കാണാം. അതായത് ഇവിടെ പിന്നെ ഒരു മാർക്ക് കാണും. ലോഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് ഉള്ളൊരു മാർക്ക്. അതായത് ഈ ഒരു ആരോ ലോഡിലേക്കാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയാലറിയാം. ഈ ഒരു ആരോ ഇത് ലോഡിലേക്കാണ് നമുക്ക് പോയിൻ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് റീഡിങ് കാണിക്കൂ, അല്ലെങ്കിൽ റീഡിങ് നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൽ ഈ 2 വയേഴ്സാണ് ഈ മീറ്ററിനെ പവർ ചെയ്യുന്നത്. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് നമ്മളെപ്പോഴും 0 to 90 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പവർ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 0 അല്ല, ഒരു 5 to 90 വോൾട്ട് നമ്മൾ ഇതിലൊരു അഡീഷണൽ ഒരു പവർ സപ്ലൈ വഴി കണക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം 90 എബോവ് ആവുന്ന കേസിൽ ഈ ഒരു വയർ നമ്മൾ സെപ്പറേറ്റ് ആ ബാറ്ററിയിലോട്ടിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യും. ഈ ഒരു യെല്ലോ വയർ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ 2 വയറും കൂടെ ഷോർട്ട് ചെയ്യാൻ പറ്റും. ഈ 2 വയർ ഷോർട്ട് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ 90ക്ക് താഴെയാണ്, 5 വോൾട്ടിന് എബോവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ 5 to 90 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 2 വയർസും ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 0 to 300ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ DROK ബാറ്ററി ഇൻഡിക്കേറ്ററിൽ നമുക്കിപ്പോൾ 8 ആംപിയറിൽ ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ സെൻസിൻ്റെതാണ്. 8 ആംപിയറിൽ ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിൽ BMSലേക്ക് വരുന്നത് 6.9 ആംപിയറേ ഉള്ളൂ. അതായത് ഇതിലൊരു 2 ആംപിയറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ആംപിയർ കൂടുന്ന സമയത്ത് വ്യത്യാസം കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ അവരുടെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഇത് വഴിയോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് ഇവരുടെ WBMS ആപ്പ് എടുക്കാം. WBMS ആപ്പിൽ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് കണക്ട് ആയിക്കോട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാം, നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ആപ്പ് ഇവിടെ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നിട്ട് സെറ്റിങ്സിൽ നമുക്കിവിടെ കാലിബ്രേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചാർജിങ് കറണ്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചാർജിങ് കറണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയുക. എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 6.8 അല്ലെങ്കിൽ നമുക്ക് 6.9 ആംപിയറിലാണ് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6.8 ആംപിയർ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ എത്രയാണ് ഇപ്പോഴത്തെ കറണ്ട് ആംപിയർ? ഓക്കെ, 6.7 ആംപിയർ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 7 ആംപിയർ കൊടുത്തു. 1 2 3 4 കൊടുത്തു. ഓക്കെ കൊടുത്തു.
ഓക്കെ, ഇതിപ്പോൾ കാലിബ്രേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുള്ളി സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 7 ആംപിയർ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ 7 ആംപിയർ ആണ്, മുകളിൽ നോക്കി കഴിഞ്ഞാലും 7 ആംപിയർ ആണ്. ഓക്കെ, പക്ഷേ ഇതിൽ ഇനി ഡിസ്ചാർജിങ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെതാണ് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ജസ്റ്റ് സിംപ്ലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്നുള്ളത് അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ കാലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിലുള്ള പ്രോബ്ലം കാണിച്ചു തരാം. ഇപ്പോൾ 8.8ഉം 8.6ഉം വരുന്നുണ്ട്. ഓക്കെ, എന്താ ഇവിടെ ഇതിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 9.8 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 8.5 ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുത്തെ വാല്യൂ 2 വാല്യൂ ഉണ്ട്. എടുത്തിട്ടൊരു 8.5 ഇവിടെ ബി എം എസിൽ കിട്ടുന്നതെന്ന് പറയുന്നത് 8.5 ആണ്. ഓക്കെ, അപ്പോൾ 8.5 ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 8.5 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കാണിക്കും. ഇവിടെ 8.5 കാണിക്കുന്നുണ്ട്, മുകളിലും 8.5 തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇനിയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്തൊരു പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ ചാർജിങ് ആണ്, മൈനസ് വാല്യൂ ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെ ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പോൾ 8.5. ഓക്കെ, ഇപ്പോൾ കാണിക്കുന്ന വാല്യൂസ് ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത ശേഷം കാണിക്കുന്ന വാല്യൂസ് ബാറ്ററിയിൽ 6.6 BMSലുണ്ട്. ഓക്കെ, അടുത്തത് ഇതേ വാല്യൂ തന്നെയാണ് മുകളിൽ DROK മീറ്ററിൽ കാണിക്കുന്നത്. 6.5. ഓക്കെ, ഇത് BMSൻ്റെ ആപ്പാണ്. ഇത് നമ്മുടെ വിക്ട്രോൺ ലാബിൽ 9 ആംപിയർ, ബാക്കി ഇത് അറൗണ്ട് 2 ആംപിയർ ഇൻവെർട്ടർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൽ നിന്നുള്ള ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇൻവെർട്ടറിൽ നിന്നല്ല, നമുക്ക് വിക്ട്രോണിൽ നിന്നുള്ള ചാർജിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം തൽക്കാലത്തേക്ക്. ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ബാറ്ററി ഡിസ്ചാർജിങ് മാത്രമേ വരുള്ളൂ. ഡിസ്ചാർജിങ് മാത്രം വരുന്ന സമയത്ത് കാണിക്കുന്ന വാല്യൂ നമുക്ക് നോക്കാം. ഓക്കെ, BMSലെ വാല്യൂ ഈ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഈ വീഡിയോയ്ക്ക് ഞാനെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് വഴി രേഖപ്പെടുത്തണം. പിന്നെ ഇതിൽ ഇപ്പോൾ ഇൻവെർട്ടറിൽ കാണിച്ചത് 3.2 ആണ്. ഇതേ വാല്യൂ തന്നെയാണ് BMS റീഡിംഗ് ആയിട്ട് ബാറ്ററിയിലും കാണിക്കുന്നത് 3.2 ആണ്. നമുക്കിപ്പോൾ മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം മീറ്ററിൽ എത്ര കാണിക്കുന്നുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മീറ്ററാണ്. ആദ്യത്തെ മീറ്ററിൽ ഡിസ്ചാർജിങ് കാണിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ 1.4 ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിസ്ചാർജിങ്ങിൽ ഒരു 2 ആംപിയർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ചാർജിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ചാർജിങ്ങിൽ തെറ്റും. ഇപ്പോൾ ഇവിടെ 3.2 വരുന്നുണ്ട്, 3.2 ബാറ്ററിയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതാ 3.2 കാണിക്കുന്നുണ്ട്, മുകളിൽ 1.4, അതായത് 2 ആംപിയറിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടറിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ കറക്റ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. 3.2 ആംപിയർ ആണ് ഇൻവെർട്ടറിൽ കാണിക്കുന്നത് ഇൻവെർട്ടർ സ്റ്റാറ്റസിൽ. ഇതിൽ മിക്കവാറും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഡിസ്ചാർജിങ് പോകും. ഡിസ്ചാർജിങ് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് വിഷയം വരും. അപ്പോൾ ഇതാണ് ഈ ഒരു മീറ്റർ വെച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇൻവെർട്ടർ ഓഫാണ്. ഇൻവെർട്ടർ ഓഫ് ചെയ്ത സമയത്ത് ഇവിടെ നമ്മുടെ വിക്ട്രോണിലെ കറണ്ട് കാണിക്കുന്നത് 8.7 ആംപിയർ ആണ്. അടുത്തത് ഇവിടെ 9.7. ഓക്കെ, BMSൽ നോക്കുമ്പോൾ BMSൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. BMSൽ ഇവിടെ കാണിക്കുന്നത് 8.5 ആംപിയർ. ഓക്കെ, അതായത് വിക്ട്രോണിലതും നമ്മുടെ DROK മീറ്ററിൽ നോക്കുമ്പോൾ ഏകദേശം 1 ആംപിയർ കൂടുതലാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ അറിയാം വിക്ട്രോണിൽ 8.8 ആംപിയർ. BMS എത്ര കാണിക്കുന്നുള്ള BMSൻ്റെ ആപ്പിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് 9.7 ആംപിയർ ആണ്. BMSൻ്റെ ആപ്പ് കൂടെ നമുക്ക് നോക്കാം. BMS മെറ്റൽ എത്രയാണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ മീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്ചാർജിങ്ങിലോ ചാർജിങ്ങിലോ ഏതെങ്കിലും ഒന്നിലെ കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കാണിക്കുന്നുള്ളൂ ഈ DROK മീറ്റർ. ഇപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 8.4, വിക്ട്രോണിൽ 8.8. വയർ വഴി ചെറിയൊരു ലോസ് കാണാം. അപ്പോൾ എന്തായാലും 8.4 കുറേ കൂടെ ആക്യുറേറ്റ് ആണ് ഈ 8.7 ഇവിടെ കാണിക്കുന്നതെന്ന്. പക്ഷേ ഇത് നമ്മുടെ ഈ മീറ്ററിൽ കാണിക്കുന്നത് 9.7 ആണ്. ഓക്കെ,
ഇതിലിപ്പോൾ ഞാൻ ഡിസ്ചാർജിങ് ആദ്യം കറക്റ്റ് ചെയ്തായിരുന്നു. ഡിസ്ചാർജിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡിസ്ചാർജിങ്ങിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്തപ്പോൾ ഡിസ്ചാർജിങ്ങിൽ കറക്റ്റ് ആക്യുറേറ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നു, ചാർജിങ്ങിൽ ഈ ഒരു വിഷയം കാണിക്കും. ഇപ്പോൾ നേരെ മറിച്ച് ഞാനിപ്പോൾ ഇത് കാലിബ്രേറ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ചാർജിങ്ങിൽ ഒരു പ്രോബ്ലം കാണിക്കും.